നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വീണ്ടും പഴയപടിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ ഉടനടി പുനഃസ്ഥാപിക്കുമെന്നാണ് ബംഗ്ലാദേശിലെ ഒരു ഉന്നത ഇന്ത്യൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കുമ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന പൊരുത്തക്കേടുകൾ അകന്നു മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിന് ഇതോടെ അന്ത്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്നാണ് അവാമി ലീഗ് സർക്കാർ വീഴുകയും മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജ്യം വിടാൻ നിർബന്ധിത ആവുകയും ചെയ്തതോടെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായത്. ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായി 2009 ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മികച്ച ഉഭയകക്ഷി ബന്ധമാണ് നിലനിന്നിരുന്നത്. അവസാന കുറച്ചു വർഷങ്ങളിൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങിയ ഹസീന ഭരണകൂടത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന വികാരം ബംഗ്ലാദേശിൽ ശക്തമായിരുന്നു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിന്റെ കാലത്ത് ഈ ബന്ധം പുതിയ തകർച്ചയിലെത്തി. യൂനിസ് ഭരണകൂടം ഇന്ത്യയെ എതിർത്തവരെയും ഇന്ത്യ വിരുദ്ധ തീവ്രവാദികളെയും ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചു. ആ സമയത്ത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. തങ്ങളുടെ ദൗത്യങ്ങൾക്ക് ഗുരുതരമായ ഭീഷണികൾ നേരിട്ട ഇന്ത്യ 2025 ഡിസംബർ 17 മുതൽ ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം അടച്ചുപൂട്ടിയതോടെ ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ ദൗത്യങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയെ തുടർന്ന് ഇന്ത്യ വിസ സേവനങ്ങൾ നിർത്തിവെച്ചത്. മുഹമ്മദ് യൂനസ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരം ഉപേക്ഷിച്ചു. കൂടാതെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവി താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയോടുള്ള നിലപാടുകളിൽ ബംഗ്ലാദേശിൽ മാറ്റം വന്നിരിക്കുന്നത്. ബംഗ്ലാദേശി മാധ്യമം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിസ സേവനങ്ങളും പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സിൽഹറ്റിലെ ഇന്ത്യയുടെ സീനിയർ കോൺസുലർ ഓഫീസർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മെഡിക്കൽ ഡബിൾ എൻട്രി വിസകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന്, കൂടാതെ യാത്രാ വിസകൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. വ്യാഴാഴ്ച സിൽഹറ്റ് ജില്ലാ പ്രസ് ക്ലബിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ നയതന്ത്രജ്ഞൻ. കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പരസ്പര ബഹുമാനത്തിലും അന്തസ്സിലും അധിഷ്ഠിതമാണ്. നേരത്തെ 2025 ഡിസംബർ 17 മുതലാണ് ബംഗ്ലാദേശിലുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചത്. ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം അടച്ചുപൂട്ടിയതോടെയാണ് ഇത് ആരംഭിച്ചത്. ഫെബ്രുവരി 12 തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവി താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായതോടെ ഇരുപക്ഷവും ബന്ധം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണ്. ഇത് വ്യക്തമായ സൂചനകളും ശുഭസൂചനകളുമാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നിടുന്നത്.